Hello. Welcome to market discussion of the day. Today, February 19, 2025, വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് നമുക്ക് അടുത്ത ആഴ്ചയായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ചത്തെ ക്ലാസ്സാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്നും നമ്മൾ ഈ ആഴ്ചത്തെ ഫസ്റ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആഴ്ച ഫുള്ളായിട്ട് നമുക്കൊരു ഫണ്ടമെൻ്റൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വീക്കാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസവും പ്രത്യേകിച്ച് എക്കണോമിക് കാലണ്ടറിൽ നിന്ന് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. സോ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് റഷ്യയും US-ഉം തമ്മിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് റഷ്യയും US-ഉം ഒരു എന്താ പറയുക, ഒരു നല്ലൊരു സൗഹൃദത്തിൽ അവരുടെ ബിസിനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ചർച്ചയൊക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റുകൾ ഇന്നായിരിക്കും മാർക്കറ്റിൽ വരുന്നത്. അതായത് US മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം ഇന്ത്യൻ ടൈമിങ് 6:30 ശേഷമൊക്കെ ആയിരിക്കും അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ വരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ അത് വരുന്ന സമയത്ത് നമ്മളതിനെ തയ്യാറാവുക, മാർക്കറ്റിനെ നമ്മൾ നോക്കിക്കാണാനായിട്ട് തയ്യാറാവുക. ഓവറായിട്ട് ലോട്ട് സൈസ് എടുക്കാതിരിക്കുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം US ഇനി മുതൽ ഉക്രൈന് ആംസ് സപ്ലൈ ചെയ്യത്തില്ല, പൈസ സപ്ലൈ ചെയ്യത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊരു പീസ് ടോക്കിൽ എൻഡ് ആവുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ എൻഡ് ആവുമോ, അത് വാറും വീണ്ടും ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പോൾ, JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന 151.645 ആ റേഞ്ചിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വന്നത് 151.526 എന്നുള്ള റേഞ്ചാണ് ഇന്നലെ JPY വന്നത്. ഓക്കെ, സോ നമുക്ക് 151 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബൈ ആണ്. നേരെ മറിച്ച് 154-52 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 151 ബൈ ചെയ്യുന്ന ആൾക്കാർ 150.60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. 152 ബൈ ചെയ്യുന്ന ആൾക്കാർ 151.60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക എന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വെക്കുക. വെറുതെ 152 മുകളിലായിട്ട് മാർക്കറ്റ് കടന്നു. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം പല ആൾക്കാരും ഇതേപോലെ 152 മുകളിലായിട്ട് മാർക്കറ്റ് കടന്നു എന്ന് പറഞ്ഞ് ബൈ ചെയ്യാതിരിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഏതെങ്കിലും 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, വൈകുന്നേരം 3:30 മണിക്ക് ഏഷ്യ ക്ലോസിംഗ് ആണ്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് 3:30 മണിക്ക്. അതായത് ഇവിടെ UK-യിൽ, എനിക്ക് കറക്റ്റായിട്ട് ഇന്ത്യൻ ടൈമിംഗ് അറിയില്ല, പക്ഷേ UK-യിൽ ഇവിടെ 9 മണിക്കാണ് ഏഷ്യ ക്ലോസ് ആവുന്നത്. ഓക്കെ, സോ ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് അതേപോലെ തന്നെ ഇവിടുത്തെ 6 മണിക്കാണ് യൂറോപ്പ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ ഒരു 2 ടൈമിങ്ങിലും 152 മുകളിലായിരുന്ന JPY എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാമായിരുന്നു. ഓക്കെ, അല്ലാതെ വെറുതെ മാർക്കറ്റ് മുകളിലോട്ടൊരു ജസ്റ്റ് ഒരു ക്യാൻഡിൽ പോയി എന്ന് പറഞ്ഞിട്ട് ബൈ ചെയ്യാതിരിക്കുക. ഇത് മുകളിൽ തുടങ്ങി 152 മുകളിലായിട്ട് തുടങ്ങിയ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു 152.30 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അവിടുന്ന് മാർക്കറ്റ് തിരിച്ചു പോവുകയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പം ഹിറ്റ് ആയിട്ടുണ്ടാവും, നമ്മൾ അവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, സോ അപ്പം വെറുതെ അങ്ങ് എടുക്കുകയല്ല, 2 മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ മാർക്കറ്റ് ഈ പർട്ടിക്കുലർ റേഞ്ച് കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞതാണിത്, കാരണം ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം, യൂറോ ഒരു താഴോട്ട് പോകണോ മുകളിലോട്ട് പോകണോ എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ. അപ്പോൾ ഇന്നലെ ലോ പോയത് 1.0
4352 ആ റേഞ്ചിലാണ് ഇന്നലെ യൂറോ ലോ പോയത്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക, ഒരുപാട് യൂറോയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജർമ്മനിയുടെ എലക്ഷൻ 2 ദിവസത്തിനുള്ളിൽ 22-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. ജർമ്മനിയുടെ എലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നാറ്റോ റീഅലൈൻമെൻറ്റ് ന്യൂസ് വരാനിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അതേപോലെ ഇന്നലത്തെ റഷ്യ ഉക്രൈൻ US-ഉം റഷ്യയും തമ്മിലുള്ള ആ ഒരു ചർച്ചയുടെ കൺക്ലൂഷൻ ഇന്ന് ഉച്ചയ്ക്ക് വരാനിരിക്കുന്നു. ഇതൊക്കെ യൂറോനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഈ വരുന്ന ന്യൂസുകളൊക്കെ യൂറോനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. എന്താണ് അവിടുത്തെ കൺക്ലൂഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ യൂറോനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം യൂറോയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ നമുക്കൊരു നല്ല ബൈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാം കേട്ടോ. 1.0400 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. കാരണം കൺക്ലൂഷൻ വരുന്നത്, അല്ലെങ്കിൽ ഉടനെ തന്നെ ഒരു പീസ് ടോക്കാണ് വരുന്നത്. റഷ്യ ഉക്രൈൻ വാർ ഒരു പീസ് ടോക്കിൽ വന്നു കഴിഞ്ഞാൽ യൂറോ മിനിമം ഒരു 1000 പിപ്സ് എങ്കിലും മുകളിലോട്ട് പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ 1000 പിപ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1.15 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് $10,000 പ്രോഫിറ്റ് വരുന്നത്. സോ അതൊരു ലോങ്ങർ ടേമിൽ. സോ ബേസിക്കലി നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ബൈ പോയിന്റ് കിട്ടിയാൽ ബൈ ചെയ്യാം. 1.0400 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. 1.0500 മുകളിലായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം. മിനിമം ഒരു 60 പിപ്സ് എങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, സോ GBP വന്നു കഴിഞ്ഞാൽ GBP 1.2600 മുകളിലായിട്ട് ആണോ അല്ലയോ എന്ന് GBPക്ക് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ യൂറോപ്പ് ഓപ്പണായ സമയത്ത് 1.26168 ആയിരുന്നു. ഓക്കെ, ഏഷ്യ അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 7 മണി 7:30 ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇതാണ് ആ ക്യാൻഡിൽ. അതും 1.26133 മുകളിലായിട്ടാണ്. അത് മാത്രമല്ല ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇന്ന് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതും ഇന്നലെ ക്ലോസ് ആയതും ഒക്കെ 1.2600 മുകളിലായിട്ട് കൊണ്ടിട്ട് അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 1.26ൻ്റെ അടുത്ത് എപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും ബൈ ചെയ്തോ എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇടണം. 1.2560 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം. പക്ഷേ എപ്പോഴും ബെറ്റർ ബൈ പോയിന്റ് നമ്മളുടെ GBPയിൽ 1.2500 തന്നെയാണ് നമുക്കൊരു ബെറ്റർ ബൈ പോയിന്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പം എന്തുകൊണ്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.2600 മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയതും, അതേപോലെ തന്നെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയതും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതും 1.26ൻ്റെ മുകളിലായിട്ടായത് കൊണ്ടിട്ട് റേഞ്ച് ബേസ്ഡ് മാർക്കറ്റിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ബൈ ചെയ്യാം 1.26ന് അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. സോ നമ്മൾ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് എന്തൊക്കെയോ കാണിക്കുകയാണല്ലേ. സോ ഗോൾഡ് വീണ്ടും ഓൾ ടൈം ഹൈ അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇന്നലെ ഓൾ ടൈം ഹൈയുടെ അടുത്ത് വരെ പോയി തിരിച്ചു വന്നു മാർക്കറ്റ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ന്യൂസിന് ശേഷം മാർക്കറ്റ് ഈ 2940-42 എന്നൊക്കെ പറയുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അതൊന്നും കൺസിഡർ ചെയ്യണ്ട. അവിടെ നിന്നൊക്കെ അടിച്ചു കയറി മുകളിലോട്ട് പോവും ന്യൂസ് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ താഴോട്ട് പോവും. ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റ് നമ്മൾ കണ്ടാലറിയാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആയത് 2930 മുകളിലായിട്ടായിരുന്നു. ഓക്കെ, ഇന്നലെ നമ്മൾ ഇതാണ് മാർക്കറ്റ് ക്ലോസിങ് 30 മുകളിലായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ആയ മിക്ക ക്യാൻഡിൽസും 2930 മുകളിലായിട്ട് തന്നെയായിരുന്നു. പക്ഷേ 2 ക്യാൻഡിൽസ് മാത്രം 30 താഴെയായിട്ട് പോയി. അതേപോലെ ഏഷ്യ ഓപ്പൺ പക്ഷേ യൂറോപ്പ് ഓപ്പൺ ആയപ്പോഴും ഏഷ്യ ഓപ്പൺ ആയപ്പോഴും 30 മുകളിലായിട്ട് തന്നെയാണ് മാർക്കറ്റ്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക്
29-30 ഒരു പ്രോപ്പർ ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് അവിടുന്ന് മുന്നോട്ട് പോവാം. ഇപ്പോൾ ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് ഇവിടുത്തെ UK ടൈമിംഗ് 9 മണിക്ക്, അതായത് അടുത്ത ക്യാൻഡിൽ, ഓക്കെ, 2930 മുകളിലായിട്ടാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ലോ പോയ ഒരു പോയിന്റ് ഉണ്ടോ, 2924.21. അതിലൊരു $3-4 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാം, അല്ലെങ്കിൽ $2-3 എങ്കിലും താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 2930-31 റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ എന്താ പറയുക, 2960 എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ടും 2980 എന്ന് പറയുന്നത് ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും എന്നുള്ളതാണ് ഗോൾഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോയാൽ 2915 ആയിരിക്കും ഒരു മൈനർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. 2900 ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ 2900 കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. 2900 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ബൈ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ സ്റ്റോപ്പ് ലോസ് 2900 നമുക്ക് ബൈ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇടണം 2892 താഴെയായിട്ട്, ഒരു $3-4 താഴെയായിട്ട് ഒരു സേഫ്റ്റിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഈ ആഴ്ചത്തെ ലോ പോയിന്റിൻ്റെ താഴെ, ഈ ആഴ്ചത്തെ ലോ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലല്ല, മാർക്കറ്റ് ഒരു വട്ടം താഴോട്ട് പോയപ്പോൾ മാർക്കറ്റ് ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു, 2888. ഈ 88ൻ്റെ $1-2 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ ടൈറ്റായിട്ട് ഇടണം എന്നുള്ള ആൾക്കാർക്ക് 2892 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ആൾക്കാർക്കും പറയും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് പെട്ടെന്ന് താഴോട്ട് തിരിച്ചു പോയി മാർക്കറ്റ് തിരിച്ച് കയറി എന്ന് പറയും അല്ലേ. സോ അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു 2892 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ 2892 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ട് മാർക്കറ്റിനെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് അതാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ $1-2 താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ടെന്നുള്ള കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യാം. മാർക്കറ്റിൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആകും ഇന്നത്തെ ദിവസം. അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിലെ സമീപിക്കുക. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക കാര്യങ്ങൾ. വോളറ്റൈലായിരിക്കും US മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.